നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ശ്രുതി ആകെപ്പാടെ വിഷമിച്ചാണ് മുറിയിലേക്ക് വരുന്നത്. ആ സമയം അതിനേക്കാളും വിഷമത്തോട് കൂടിയിട്ടാണ് ശ്രുതി മുറിയിലിരിക്കുന്നത്. ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് ശ്രുതി ചോദിച്ചു, എന്തിനാ ശ്രുതി നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? നീ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയണ. അത് കേട്ട് കഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞു, എന്നാലും എല്ലാരും കൂടെ എന്നെ നാണം കെടുത്തിയില്ലേന്ന് ചോദിക്കുക. ആര് നാണം കെടുത്തിയെന്നാ പറഞ്ഞേ? നീ ഗർഭിണിയായി, പിന്നെ കുഞ്ഞ് അബോർട്ടായി പോയ നിന്റെ പ്രശ്നം കൊണ്ടൊന്നും അല്ലല്ലോ, നീ അതൊന്നും ഓർത്ത് സങ്കടപ്പെടുമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ആ സമയത്ത് ശ്രുതി പറഞ്ഞു, അല്ല ശ്രുതി, എന്നാലും എനിക്ക് സങ്കടമൊന്നുമില്ല, എനിക്ക് സന്തോഷമുള്ളെന്ന് പറയാണ്. സന്തോഷമുള്ളെന്ന് ഒന്നുമില്ലെങ്കിലും ഞാൻ ഒരു അച്ഛനായില്ലേന്ന് ചോദിക്കാം. അത് കേട്ടപ്പോൾ ശ്രുതിക്കൊരു ഞെട്ടലുണ്ടായി. കാരണം ശ്രുതിക്ക് അത്രമാത്രം പ്രതീക്ഷയാ ശ്രുതി ഒരു അച്ഛനായി. ഇനിയിപ്പോ രണ്ടാമത്തെ തവണ ക്യാരിങ്ങിന് വേണ്ടിയിട്ട് താൻ മെഡിസിൻ കഴിക്കാൻ പോയത് ചിന്തയാ. അപ്പൊ ആദ്യത്തെ കുഞ്ഞ് ശ്രുതിയുടേതായിരുന്നു എന്നൊരു ചിന്തയാണ് മനസ്സിൽ. പക്ഷെ അതല്ല എന്നുള്ള കാര്യം തനിക്കല്ലേ അറിയത്തുള്ളൂ. അപ്പോഴേക്ക് ശ്രുതി ചോദിച്ചു, എന്താ ശ്രുതി നീ മിണ്ടാത്തേന്ന് ചോദിക്കുക. ഒന്നുമില്ലാന്ന് പറയണം, എനിക്ക് സന്തോഷമായി. ശരിക്കൊന്നും ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മള് അച്ഛനും അമ്മയൊക്കെ ആയേനം. ഇപ്പൊ നിനക്ക് നിന്റെ വയറ്റിലുള്ള സമയത്താണെങ്കിലും നിനക്ക് ഛർദിയും തലാക്കും ഒക്കെ ഉണ്ടാവും. ഗർഭിണികൾക്കൊക്കെ അങ്ങനെയാണല്ലോ കണ്ടുവരുന്നേ. അങ്ങനെ എന്തൊക്കെയായിരുന്നില്ലേ? നിന്നെ കൂടി ആ ഹോസ്പിറ്റലിൽ പോകുന്നു, ചെക്കപ്പ് നടത്തുന്നു, അതിനുശേഷം കുഞ്ഞുണ്ടായതിനു ശേഷം കുഞ്ഞിന്റെ നൂലുകെട്ട കാര്യങ്ങൾ, പിന്നെ അതിന്റെ സ്കൂളിൽ വിടുന്നേ, അങ്ങനെ കുറെ കാര്യങ്ങൾ ശ്രുതി പറയണം. ശ്രുതിക്ക് ഭയങ്കര പ്രതീക്ഷകളും കാര്യങ്ങളും ആയിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്ക് സങ്കടം വന്നു. ശ്രുതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശ്രുതിയെ കെട്ടിപ്പിടിക്കുകയാണ്. എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിച്ചു. ശ്രുതി പറഞ്ഞു, അത് പിന്നെ എന്റെ ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞ, സാരമില്ല, ഇനി നമുക്ക് അവസരം ഉണ്ടല്ലോ, ഒരു തവണ ഞാൻ അച്ഛനായതാണല്ലോ, ഇനി ഉറപ്പായിട്ടും അധികം വൈകാതെ തന്നെ ഞാൻ അച്ഛനാവും എന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, അതൊന്നും ഓർത്ത് ശ്രുതി വിഷമിക്കൊന്നും വേണ്ട, ഇങ്ങനെ ശ്രുതി വിഷമിക്കുന്നതാണിപ്പോ എനിക്ക് സങ്കടമാവുന്നുണ്ടെന്ന് പറയാണ്. ആ സമയം ശ്രുതിയെ ചേർത്ത് പിടിച്ചിട്ട് ശ്രുതി പറഞ്ഞു, നീ വിഷമിക്കണ്ട, നീ വിഷമിക്കായിരുന്നാ മതി, നിന്റെ സങ്കടം കാണുമ്പോഴാ എനിക്ക് സഹിക്കാൻ വയ്യാത്തെ. ശ്രുതി പറഞ്ഞു, ഈ വീട് വിട്ടു പോണെന്ന് തന്നെ ഞാൻ ചിന്തിച്ചതാ. കാരണം എന്തോ ഈ വീട്ടിൽ നിൽക്കാൻ പോലും എനിക്ക് തോന്നിയില്ല. പക്ഷേങ്കില് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ഈ വീട്ടിൽ തന്നെ നിൽക്കണം എന്നൊക്കെ. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, നമ്മൾ എന്തിനാ മാറിപ്പോണേ? രേവതി സച്ചൊക്കെ എന്തേലും പറഞ്ഞു കരുതിയിട്ട് നമ്മൾ മാറിപ്പോണ്ട കാര്യമൊന്നുമില്ല. അമ്മയ്ക്ക് നമ്മളോട് സ്നേഹം, പിന്നെ നമ്മൾ ഇവിടുന്ന് വേറെ വീട് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതിന്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയോട് പറയാണ്. അങ്ങനെ ശ്രുതിയുടെ മനസ്സിൽ കുറച്ച് സമാധാന സന്തോഷമൊക്കെ ആയി. എന്നാണെങ്കിലും താൻ പറഞ്ഞ കള്ളത്തരങ്ങളൊക്കെ എല്ലാവരും വിശ്വസിച്ചല്ലോ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു ശ്രുതിയുടെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നീട് പിറ്റേ ദിവസം രേവതി ദേവുവിനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ ചെന്ന് റിസപ്ഷനിൽ ദേവുവിന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, ദേവു അക്കൗണ്ട് സെക്ഷനിലാണെന്ന് പറയണം. അതെ, ഞാൻ ചേച്ചിയാ, എനിക്കൊന്നും കാണാനായിരുന്നു പറയണം. അങ്ങനെ ദേവുവിനെ വിളിപ്പിച്ചു. ദേവു അങ്ങോട്ട് വന്നു. ഈ സമയത്ത് രേവതി ദേവുവിനോട് പറഞ്ഞു, വാ നമുക്ക് ക്യാൻറ്റീനിൽ പോയി ചായ കുടിക്കാന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ അവരൊരു കോഫി കുടിക്കുകയാണ്. ആ സമയം ദേവു ചോദിച്ചു, എന്തായി ചേച്ചി കാര്യങ്ങളൊക്കെ? ശ്രുതി ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ വീട്ടിൽ സംസാരിച്ചോ? അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ വേണ്ടാത്ത കാര്യത്തിലൊന്നും പോവണ്ടെന്ന്. എന്താ ചേച്ചി അതിനിപ്പോ എന്താ ഇത്രമാത്രം സംഭവിച്ചതെന്ന് ചോദിച്ചു. സംഭവിക്കാൻ എന്താന്നോ, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒടുവിൽ വർഷയോട് ഞാൻ പറഞ്ഞു, വർഷ ശ്രീകാന്തിനോട് പറഞ്ഞു, ശ്രീകാന്ത് സച്ചിയാനോട്. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്യാനാ? അവസാനം അമ്മയെ അറിഞ്ഞു. അമ്മ ആ കാര്യങ്ങളൊക്കെ ശ്രുതിയെ വിളിച്ചു ചോദിച്ചെന്ന് പറയാണ്. എന്നിട്ട് എന്താവാനായിട്ട്? ഒന്നുമായില്ല, അവസാനം വഴക്ക് മാത്രം എനിക്ക് കിട്ടി. അതെങ്ങനെ ചേച്ചി, അതെങ്ങനെ ശരിയാവുന്നൊക്കെ ചോദിക്കണം. ദേവുവിനൊന്നും മനസ്സിലായില്ല. അത് പിന്നെ ദേവു മുമ്പ് പ്രഗ്നന്റ് ആയായിരുന്നു, അത് ശ്രുതിയുടെ കുഞ്ഞായിരുന്നു, അത് അബോർട്ടായി പോയെന്നൊക്കെ പറഞ്ഞ് ഇതിന്റെ പേരിൽ ഞാൻ വലിയ പ്രശ്നം ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ അമ്മ എനിക്ക് വാണിങ്ങി തന്നേക്കുക. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ വേണ്ടാത്ത പണിക്കൊന്നും പോവേണ്ടെന്ന്. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ഇതിനൊന്ന് അന്വേഷിക്കാമെന്ന് ഇറങ്ങി പുറപ്പെണ്ട, നിന്നെ ജോലിയെ ബാധിക്കുന്ന കാര്യം എന്നൊക്കെ പറഞ്ഞു. ദേവു പറഞ്ഞു, അത് പിന്നെ ഒന്നുമല്ലേലും ശ്രുതി ചേച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എനിക്കെന്തോ ഭയങ്കര ടെൻഷനായിട്ടല്ല ഞാൻ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞേ. വേണ്ട ദേവു, അതൊന്നും നമുക്ക് ശരിയായിട്ടുള്ള കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് രേവതി ഉപദേശിക്കുന്നുണ്ട്. പിന്നീട് രേവതി അങ്ങോട്ട് പോയി. രേവതി പോയി കഴിഞ്ഞപ്പോഴത്തേനും ദേവു തന്റെ സെക്ഷനിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് റിസപ്ഷനിലിരിക്കുന്ന ആ പെൺകുട്ടി ദേവുവിനെ വിളിക്കുന്നത്. ദേവുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ HR മാനേജർ വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് എല്ലാം പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ദേവുവിനോട് ചോദിച്ചു, അല്ല നിങ്ങൾ എന്തിനാ ഇവിടെ വരുന്നതെന്ന് ചോദിക്കുകയാണ്. അയ്യോ സാർ, അത് പിന്നെ ജോലി ചെയ്യാൻ വേണ്ടി ആണല്ലോ, ജോലി ചെയ്യാൻ വേണ്ടി വരുന്നതാണല്ലോ. അല്ല നിനക്ക് എവിടെയാ ജോലി? അക്കൗണ്ട് സെക്ഷനില. അന്നെങ്കിൽ അക്കൗണ്ട് സെക്ഷനിലെ ജോലി മാത്രം നോക്കിയാൽ പോരെ, ഇവിടെ വരുന്ന രോഗികളുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കേണ്ട കാര്യം നിനക്കുണ്ടോന്ന് ചോദിച്ചു.
അപ്പോഴേക്കും ദേവ് പറഞ്ഞു, അതെ പിന്നെ സാർ ഒന്നും ചെയ്തിട്ടില്ലല്ലേ? അതെ, ശ്രുതി എന്ന് പറഞ്ഞൊരു പേഷ്യന്റ് വിളിച്ച് കംപ്ലൈന്റ് തന്നിട്ടുണ്ടായിരുന്നു. അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പബ്ലിക് ആക്കി എന്നുള്ള കാര്യം. അയ്യോ, ശ്രുതി ചേച്ചി എന്റെ കസിനും കാര്യങ്ങളൊക്കെ നിങ്ങൾ വീട്ടില്, ഇത് ഹോസ്പിറ്റലാ, അതിൻ്റെതായ റെപ്യൂട്ടേഷനും കാര്യങ്ങളൊക്കെ വേണം, നിങ്ങൾക്ക് എന്താ ഒട്ടും ബോധമില്ലെന്ന് ചോദിച്ചു. സാർ അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട, അവരെന്തൊക്കെയാ വിളിച്ച് പറഞ്ഞെന്നറിയാവോ? ഈ ഹോസ്പിറ്റലിന് അതിൻ്റെ റെപ്യൂട്ടേഷനും കാര്യങ്ങളൊന്നും ഇല്ലാന്ന്. അത് മാത്രമല്ല, അവരിനി ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ലാന്ന്. ഒരു ക്ലയന്റിനെ നിങ്ങൾ കാരണം നഷ്ടപ്പെട്ടേന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ദേവ് പറഞ്ഞു, സാർ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല, എങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല, ദേ നാളെ മുതൽ നിങ്ങൾ ജോലിക്ക് വരണ്ടാന്ന് പറയാം. ദേവ് പറഞ്ഞു, സാറേ അങ്ങനൊന്നും പറയരുത് സാറേ, എൻ്റെ ജീവിത പ്രശ്നമാണ്, എനിക്ക് ആദ്യമായിട്ട് അയച്ചു മോശം കിട്ടിയ ജോലിയാന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ വാണിംഗ് കൊടുക്കണം, ഇത് അവസാന വാണിങ്ങാ, ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലുണ്ടല്ലോ പിന്നെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരേണ്ടി വരില്ല, ജോലി നിങ്ങൾക്ക് ഇല്ലായിരിക്കും എന്ന് പറയണം. നിങ്ങൾ കാരണം ഒരു പേഷ്യന്റ് നഷ്ടപ്പെട്ടു, അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, ഈ തവണത്തെ സാലറി പകുതി നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ, ഫുള്ള് കിട്ടത്തില്ലെന്ന് പറയണം. സാർ അങ്ങനെയൊന്നും പറയരുത്, പറയുന്ന അങ്ങോട്ട് അനുസരിക്കുക, ഇല്ലെങ്കിൽ നാളെ മുതൽ ജോലിക്ക് വരണ്ടാന്ന് പറഞ്ഞു. ദേവിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അനുസരിക്കാതിരിക്കാൻ വേറെ നിവൃത്തിയില്ലായിരുന്നു. ദേവു ശരി സാറെന്ന് പറയണം. ശരി സാറെന്ന് പറഞ്ഞ് അങ്ങോട്ടെങ്ങി പോയി. ദേവുവിന് സങ്കടം ഉണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നീട് രേവതി അടുക്കള തിരക്കിട്ട പണിയാണ്. അപ്പോഴേക്കുമാണ് രേവതിയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും രേവതിയുടെ കൂടെയുള്ള ചേച്ചിമാരാണ്, കൂട്ടുകാരി ചേച്ചിമാരാണ്, പൂവ് കിട്ടുന്ന ചേച്ചിമാര്. അവർ വിളിച്ചിട്ട് രേവതിയോട് പറഞ്ഞു, രേവതി താഴേക്കൊന്ന് ഇറങ്ങി വരാൻ പറയണം. അങ്ങനെ രേവതി ഇറങ്ങി ചെന്നു. എന്താ ചേച്ചി, നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്, കയറി വരാൻ പറയണം. അപ്പോഴേക്കും പറഞ്ഞു, ഇല്ലല്ല, അത്യാവശ്യമായിട്ട് വന്ന പെട്ടെന്ന് തന്നെ പോണെന്ന് പറയണം. അപ്പോഴേക്കും രേവതി ഇവിടെ വരെ വന്നിട്ട് ഒരു ഗ്ലാസ് ചായ എങ്കിലും കുടിക്കാതെ പോകുന്ന എങ്ങനെയാ, കയറി വാ, വന്നിട്ട് പോകാൻ പറയണം. അപ്പോഴേക്കും അതിനകത്തൊരു ചേച്ചി പറഞ്ഞു, അതെ ഞങ്ങൾക്ക് ഇത്തിരി തിരക്കുണ്ട്, ഒരു വലിയ ഓർഡർ വന്നിട്ടുണ്ട്, കല്യാണ ഓർഡറാ, അപ്പൊ കുറെ മാല കെട്ടാനുണ്ട്, നീ വരണം രേവതി എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, അശോ എനിക്ക് വരാൻ പറ്റില്ലല്ലോ ചേച്ചി എന്ന് പറയണം. അതെന്താ? അത് പിന്നെ സച്ചിയാണ് ഇവിടെ ഇല്ലല്ലോ. അതാണോ കുഴപ്പം? സച്ചിയോട് വിളിച്ചു പറഞ്ഞാൽ മതി, മാല കെട്ടാൻ പോകുന്ന കാര്യം പറഞ്ഞാൽ മതി എന്ന് പറയണം. അപ്പോഴേക്കും രേവതി പറഞ്ഞു, വരുമായിരുന്നു, പക്ഷേ എങ്കില് എന്താ പറഞ്ഞാൽ സമ്മതിക്കില്ലേന്ന് ചോദിച്ചാൽ സമ്മതിക്കുകയൊക്കെ ചെയ്യും, സച്ചിയോടും പോയിക്കൊള്ളാനൊക്കെ പറയും, പിന്നെ നിനക്കെന്താ പ്രശ്നം, നിനക്ക് വന്നാലെന്താ? അല്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും പ്രശ്നം അതെന്താ? അല്ല സച്ചിയാടും ചിലപ്പോഴേ എപ്പോഴാ ആഹാരം കഴിക്കാൻ വരുന്ന അറിയത്തില്ല, ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ വന്നിട്ട് നേരാമണമൊന്നും ആഹാരം കഴിക്കില്ല, കയറി കിടക്കത്തൊക്കെ ഉള്ളൂ, ഞാൻ വേണമെന്ന് എടുത്തു കൊടുക്കാനിട്ട് ഞാനാണെങ്കിൽ നിർബന്ധിച്ചുകൊണ്ടേ കഴിപ്പിക്കുകയൊക്കെ ചെയ്യത്തുള്ളൂ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചേച്ചി പറഞ്ഞു, നീയാള് കൊള്ളാലോ, കഴിഞ്ഞ ആഴ്ച എന്തൊക്കെയായിരുന്നു നീ സച്ചിൻ തമ്മി വഴക്ക്, പിണക്കം, എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു, എന്നിട്ട് ഇപ്പൊ ആണ്ട കിടക്കുന്നു, സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളെ തീറ്റിക്കുന്ന പോലെ അവർക്ക് ഭക്ഷണം എടുത്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ അങ്ങനെയാണോ നീ നോക്കുന്നതെന്നൊക്കെ ചോദിക്കണം. കഴിഞ്ഞ ദിവസം വരെ വലിയ അടി ഉണ്ടാക്കിയിട്ട്. അപ്പോഴേക്കും രേവതി പറഞ്ഞു, അതെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അങ്ങനെ അടിയൊക്കെ ഉണ്ടാവും, അത് കുറച്ച് കഴിയുമ്പോഴത്തേനും അങ്ങോട്ട് പോയിക്കോളും എന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും അങ്ങനെ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണോ? അല്ല ഒരു കാര്യം ചെയ്യുക, അങ്ങനെയാണ് സച്ചിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വന്നാൽ മതിയല്ലോ, സച്ചി വരുമ്പോൾ എടുത്ത് കഴിച്ചോളൂല്ലോ എന്ന് പറഞ്ഞു. എന്നാലും ശരിയാത്തില്ല, ഞാൻ എടുത്തു കൊടുത്തില്ല ശരിയാത്തില്ലെന്ന് പറഞ്ഞു. ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോയി. അവർ പോയി കഴിഞ്ഞപ്പോൾ തന്നെ രേവതിയുടെ ഫോണിലേക്ക് സച്ചിയുടെ കോള് വരുവാണ്. സച്ചി പറഞ്ഞു, അപ്പോഴേക്കും രേവതി പറഞ്ഞു, ഇപ്പം സച്ചിയുടെ കാര്യം പറഞ്ഞോളെന്ന് പറയണ. എന്ത്? അതെ ഒരു വലിയ ഓർഡർ കിട്ടിയിട്ടുണ്ട് മാല കിട്ടാനായിട്ട്, ഇപ്പം ചേച്ചിമാർ എന്നെ വിളിച്ചിട്ട് പോയതുള്ളെന്ന് പറയണം. അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, ആഹാ അത് കൊള്ളാലോ, ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാന്ന് പറയണേ. എന്ത്? ഞാൻ ഇന്ന് വരത്തില്ല രേവതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രേവതി ചോദിച്ചു, വരത്തില്ലേ? അതെന്താ? എനിക്കൊരു ഓട്ടം കിട്ടിയിട്ടുണ്ട്, വലിയ ഓട്ടോ കിട്ടിയിരിക്കുന്നത്, അപ്പം നൈറ്റ് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, സച്ചേട്ടാ എങ്കിൽ പിന്നെ ഈ കാര്യമൊക്കെ നേരത്തെ വിളിച്ചു പറയാൻ മേലെ, അത് ഇപ്പോഴല്ലേ അറിഞ്ഞേ, അപ്പോഴല്ലേ ഞാൻ നിന്നെ വിളിച്ചതെന്ന് ചോദിച്ചു. അല്ല നൈറ്റ് ഓട്ടം എന്ന് പറയപ്പോ നൈറ്റ് രാത്രി മുഴുവൻ ഓട്ടമാണോ? രാത്രി മുഴുവൻ ഓട്ടം എന്ന് പറഞ്ഞാൽ രാത്രി ചിലപ്പോൾ മുഴുവൻ ഓടേണ്ടി വരും. അല്ല അപ്പോൾ ഉറങ്ങുമൊന്നും വേണ്ടേ? ഉറങ്ങണം, ചിലപ്പോൾ ഒത്തിരി ക്ഷീണമായി കഴിയുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് തലയയക്കും എന്ന് പറയണം. അല്ല അപ്പൊ ആഹാരമൊക്കെ എവിടെ നിന്ന് കഴിക്കുന്നത്? ആഹാരം ഹോട്ടലിൽ നിന്ന് കഴിക്കും. ഏത് ഹോട്ടലിൽ നിന്ന് അതൊന്നും പറയാൻ പറ്റില്ല, പോകുന്ന വഴിക്ക് ഏത് ഹോട്ടലാണെങ്കിൽ അവിടുന്ന് കഴിക്കും. എന്താ കഴിക്കുന്നത്? അതിപ്പോ അവിടെ കിട്ടുന്ന എന്താന്ന് വെച്ചാ അത് കഴിക്കും. അല്ല അങ്ങനെയാണെങ്കിൽ കിടക്കുന്ന എവിടെയായിരിക്കും? കിടക്കുന്ന വണ്ടിയിൽ എവിടെയെങ്കിലും കിടന്നുറങ്ങും, അല്ലാതെ പിന്നെ എവിടെ കിടന്നുറങ്ങാനായിട്ടാ? പോകുന്ന വഴിക്ക് നമുക്ക് വേറെ വീടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 100 ചോദ്യങ്ങളൊക്കെ രേവതി ചോദിക്കുകയാണ്. സച്ചി പറഞ്ഞു, എന്റെ ദൈവമേ ഇത്രമാത്രം ചോദ്യങ്ങൾ, ഭാര്യയെ കൂട്ടി പോരുവാണ് ഇത്ര പ്രശ്നമില്ല, ഭാര്യയെ വീട്ടിൽ ഇരുത്തിയിട്ട് പോകുന്ന എല്ലാ ഭർത്താക്കന്മാരുടെ ഗതികേടിതാ, എപ്പോൾ വരും, എങ്ങനെ വരും, എത്ര സമയമാവും, ഇതിലൂടെയൊക്കെ പോകുന്നുണ്ട്, എവിടെ നോക്കുന്നുണ്ട്, എന്തൊരു കഷ്ടകാലമാണോ എന്തോ. രേവതി പറഞ്ഞു, അതെ ഭാര്യമാർ ഇതൊക്കെ അറിയണ്ടെന്ന് ചോദിച്ചു. സച്ചി പറഞ്ഞു, ആയിക്കോട്ടെ
രേവതി പറഞ്ഞു ശരി എന്നാല്. അപ്പൊ സച്ചി പറഞ്ഞു അതെ നീ ആഹാരമൊക്കെ കഴിച്ചിട്ട് കയറി കിടന്നോളാനൊക്കെ പറഞ്ഞിട്ട് സച്ചി കോള് കട്ട് ചെയ്തു. ഈ സമയം രേവതി പിന്നെ ചേച്ചിമാരെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് ചോദിച്ചു അല്ല ഞാൻ പൂകെട്ടാൻ വരാട്ടോ, ഇന്ന് സച്ചിയേട്ടൻ വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവർ പറഞ്ഞു നീ വരില്ല എന്ന് കരുതി ഞങ്ങൾ വേറെ ആളെ വിളിച്ചു, അതുകൊണ്ട് നീ വരണ്ടാന്ന് പറയണം. രേവതിക്ക് വിഷമായി. അല്ലെങ്കിൽ അങ്ങനെയെങ്കിലും പൂ കെട്ടാൻ പോയാൽ കുറച്ച് പൈസയെങ്കിലും കിട്ടുമായിരുന്നു. ഇപ്പൊ ആ പ്രതീക്ഷയും പോയി എന്നൊരു ചിന്ത രേവതിക്കുണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ വർഷ ശ്രീകാന്തിനെ വിളിക്കുകയാണ്. ശ്രീകാന്ത് നീ ഇത് എവിടെയാ, ഇതുവരെയായിട്ട് എന്താ വരാത്തേന്ന് ചോദിച്ചു. ശ്രീകാന്ത് പറഞ്ഞു അതെ ഒരു പ്രശ്നമുണ്ട്, എനിക്കിന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാ വരാൻ പറ്റുള്ളൂ, പാതിരാത്രി കഴിയുമെന്ന് പറയണം. അതെന്താ, ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, അപ്പൊ അതിന് വേണ്ടിയിട്ട് ആഹാരമൊക്കെ തയ്യാറാക്കണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വർഷയ്ക്ക് ദേഷ്യമായി. വർഷ പറഞ്ഞു നീ വന്നിട്ട് പുറത്ത് പോയി ആഹാരം കഴിക്കാന്ന് കരുതി ഇരുന്ന, എന്നാലും നീ ചതി എന്നോട് ചെയ്യണ്ടായിരുന്നു പറയണം. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു എന്ത് ചെയ്യാനാ, പെട്ടെന്ന് കിട്ടിയ ഓർഡറാന്ന് പറയണം. ശരി ശരി അയക്കും, രാത്രി നീ വരുമ്പോൾ ഞാൻ കഥവ് തുറന്നു തരുന്നുണ്ട്, എന്നെ കൊണ്ടും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് കോള് കട്ട് ചെയ്യണം. ശ്രീകാന്തിന് മനസ്സിലായി പണി കിട്ടിയെന്നുള്ള കാര്യം. രാത്രി ചെന്ന് അവൾ ചിലപ്പോൾ കഥവ് പോലും തുറന്നു തരത്തില്ല. പെട്ടെന്ന് തന്നെ രേവതിയെ വിളിച്ചു. രേവതിയെ വിളിച്ചിട്ട് പറഞ്ഞു രേവതി ചേച്ചി ഒരു പ്രശ്നമുണ്ടെന്ന് പറയണേ. എന്താ? അതെ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് രാത്രി വരത്തുള്ളൂ, ആ സമയത്തൊന്ന് കഥവ് തുറന്ന് തന്നേക്കണമെന്ന് പറഞ്ഞു. അതെന്ത് പറ്റി, വർഷമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാക്കിയോ? വഴക്കൊന്നുമില്ല, ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്, അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലേറ്റ് ആയിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പൊ അവളെന്നോട് പിണങ്ങിന്ന് പറയണം. ഓ അതാണോ, അതൊന്നും സാരമില്ല, ഞാൻ കഥവ് തന്നോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി കോള് കട്ട് ചെയ്യണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.